എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഡിജി തോമസ്. പ്രധാന വാർത്തകൾ. ശബരിമലയിൽ പുതിയ പരിഷ്കാരം നടപ്പിലാക്കുന്നു. മാനന്തവാടിയിൽ ആദിവാസി യുവാവിനെ വലിച്ചിഴച്ച സംഭവം ഇടപെട്ട് പ്രിയങ്ക ഗാന്ധി. മണിയാർ പദ്ധതിയുടെ കരാർ നീട്ടരുതെന്നാണ് വൈദ്യുത വകുപ്പിന്റെ നിലപാടെന്ന് കെ കൃഷ്ണൻകുട്ടി. കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് CPM-നെതിരെ കോൺഗ്രസ് പ്രചാരണം. ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മണ്ഡലപൂജ മഹോത്സവത്തിന് കൊടിയേറി. വാർത്തകൾ വിശദമായി. ശബരിമലയിൽ പുതിയ പരിഷ്കാരം നടപ്പിലാക്കുന്നു. പരമ്പരാഗത കാനനപാത വഴി വരുന്നവർക്ക് വരി നിൽക്കാതെ ദർശനം അനുവദിക്കും. എരുമേലിയിലും പുല്ലുമേട്ടിലും തീർത്ഥാടകർക്ക് പ്രത്യേക എൻട്രി പാസ് നൽകും. തീരുമാനം ഈ തീർത്ഥാടന കാലത്ത് നടപ്പിലാക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിലും വരുമാനത്തിലും ഇത്തവണ വൻ വർധനവാണുള്ളത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 4 ലക്ഷത്തിലധികം ഭക്തർ ഇക്കുറി ദർശനത്തിനെത്തി. 22.7 കോടി രൂപയാണ് ഇത്തവണ അധിക വരുമാനമായി ലഭിച്ചത്. നട തുറന്ന് 29 ദിവസത്തെ കണക്കാണ് ദേവസ്വം ബോർഡ് പുറത്തുവിട്ടത്. 22,67,956 തീർത്ഥാടകരാണ് ഈ സീസണിൽ ഇതുവരെ ദർശനത്തിന് എത്തിയത്. 169,89,20,204 രൂപയാണ് ഈ സീസണിലെ നടവരവ്. കഴിഞ്ഞ തവണത്തേക്കാൾ 22,76 ലക്ഷത്തിൽ കവിയുന്ന അധിക വരുമാനം. അരവണ വിറ്റുവരവിലാണ് വൻ കുതിപ്പ്. കഴിഞ്ഞ വർഷം 65 കോടി രൂപയിലധികം രൂപയുടെ സ്ഥാനത്ത് ഇക്കുറി 82.5 കോടിയിലധികം രൂപയുടെ വിറ്റുവരവ് വന്നിട്ടുണ്ട്. അരവണ വിറ്റുവരവിലൂടെ ലഭിച്ചത് കഴിഞ്ഞ വർഷത്തേക്കാൾ 17 കോടിയിലധികം രൂപയാണ്. മാനന്തവാടിയിൽ ആദിവാസി യുവാവിനെ വലിച്ചിഴച്ച സംഭവം ഇടപെട്ട് പ്രിയങ്ക ഗാന്ധി. മാനന്തവാടിയിൽ ആദിവാസി യുവാവിനെ വലിച്ചിഴച്ച സംഭവത്തിൽ വയനാട് കളക്ടറോട് ഫോണിൽ സംസാരിച്ച് പ്രിയങ്ക ഗാന്ധി. സംഭവത്തിൽ കർശന നടപടി വേണം, മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കണമെന്നും പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു. സംഭവത്തിൽ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 4 പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞു. വയനാട് കണിയാമ്പറ്റ സ്വദേശി ഹർഷിതും സുഹൃത്തുക്കളുമാണ് പ്രതികൾ. കണിയാമ്പറ്റയിൽ നിന്നാണ് കാർ കണ്ടെത്തിയത്. പ്രതികളെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് മാനന്തവാടി പോലീസ് അറിയിച്ചു. വാഹനം മാനന്തവാടി സ്റ്റേഷനിലാണ് ഇപ്പോഴുള്ളത്. KL 52H8733 എന്ന സെലോറിയോ കാറിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. വയനാട് മാനന്തവാടി കൂടൽക്കടവിലാണ് ആദിവാസി യുവാവ് മാധനെ റോഡിലൂടെ വലിച്ചിഴച്ചത്. വിനോദസഞ്ചാരികളാണ് കാറിൽ കൈ ചേർത്ത് പിടിച്ച് 1/2 കിലോമീറ്ററോളം വലിച്ചിഴച്ചത്. കൈക്കും കാലിനും ശരീരത്തിന്റെ പിൻഭാഗത്തും സാരമായി പരിക്കേറ്റ ആദിവാസി യുവാവ് മാധനെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മണിയാർ പദ്ധതിയുടെ കരാർ നീട്ടരുതെന്നാണ് വൈദ്യുത വകുപ്പിന്റെ നിലപാടെന്ന് കെ കൃഷ്ണൻകുട്ടി. KECB-യുമായി 30 വർഷത്തെ കരാർ പൂർത്തിയാക്കിയ മണിയാർ ജലവൈദ്യുതി പദ്ധതിയുടെ കരാർ നീട്ടുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിൽ സർക്കാർ തലത്തിലെ ഭിന്നത മറനീക്കി പുറത്ത്. മണിയാർ പദ്ധതിയുടെ കരാർ നീട്ടരുതെന്നാണ് വൈദ്യുതി വകുപ്പിന്റെ നിലപാടെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. കരാർ നീട്ടണമെന്ന വ്യവസായ വകുപ്പിന്റെ നിലപാട് അന്തിമ തീരുമാനം ആയില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം മുഖ്യമന്ത്രി എടുക്കുമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. കരാർ നീട്ടുന്നതിന്റെ വ്യവസായ വകുപ്പിനും വൈദ്യുതി വകുപ്പിനും 2 അഭിപ്രായമാണുള്ളത്. മന്ത്രിയുടെ വിശദീകരണത്തിലൂടെ വ്യക്തമാവുന്നത് മണിയാർ പദ്ധതി ഏറ്റെടുക്കുമെന്നാണ് വൈദ്യുതി ബോർഡിന്റെ അഭിപ്രായമെന്ന് കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. എന്നാൽ കാർബോറണ്ടത്തിന്റെ കരാർ നീട്ടി നൽകണമെന്നാണ് വ്യവസായ വകുപ്പിന്റെ നിലപാട്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി അന്തിമ തീരുമാനമെടുക്കും. വൈദ്യുതി ചാർജ് വർധന ഇനി വേണ്ടിവരില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ദീർഘകാല കരാർ റദ്ദാക്കിയത് പുനഃസ്ഥാപിക്കാൻ സുപ്രീം കോടതിയെ സമീപിച്ചു. വാദം പൂർത്തിയായി. അനുകൂല വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. വിധി പ്രതികൂലമെങ്കിൽ മാത്രം ചാർജ് വർധനയെക്കുറിച്ച് ആലോചനയുള്ളൂവെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് CPM-നെതിരെ കോൺഗ്രസ് പ്രചാരണം. കരുവന്നൂർ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് CPM-നെതിരെയുള്ള പ്രചാരണം നടത്തുന്ന കോൺഗ്രസ്, BJP അടക്കമുള്ള വലതുപക്ഷ ശക്തികൾക്ക് ശക്തമായ തിരിച്ചടിയാണ് വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറും CPM നേതാവുമായ PR അരവിന്ദാക്ഷന് ലഭിച്ച കോടതി വിധിയെന്ന് CPM ജില്ലാ കമ്മിറ്റി യോഗം വിലയിരുത്തി. 15 മാസം PR അരവിന്ദാക്ഷന് കള്ളക്കേസിൽ കഴിയേണ്ടി വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര ഏജൻസിയായ EDയെ ഉപയോഗിച്ച് വേട്ടയാടാൻ ശ്രമിച്ചതായി ജില്ലാ കമ്മിറ്റി ആരോപിച്ചു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ യോഗത്തിൽ പങ്കെടുത്തില്ല. മുതിർന്ന നേതാക്കളായ K രാധാകൃഷ്ണൻ, PK ബിജു, പൂത്തലത്ത് ദിനേശൻ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. എന്നാൽ അന്തരിച്ച CPM നേതാവ് ബെന്നി ഇമ്മട്ടി പാർട്ടിക്ക് നൽകിയ കത്തിനെ കുറിച്ച് യോഗം ചർച്ച ചെയ്തില്ല. ജില്ലാ സമ്മേളനത്തിൽ വിഷയം ചർച്ച ചെയ്യുമെന്നാണ് സൂചന. അകമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മണ്ഡലപൂജ മഹോത്സവത്തിന് കൊടിയേറി.
അകമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മണ്ഡലപൂജ മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ഡോക്ടർ കരമാത്ര വിജയൻ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് PR സേതുമാധവൻ, സെക്രട്ടറി TN സുകുമാരൻ, മെമ്പർമാരായ വിദ്യാധരൻ, അനിൽകുമാർ, ക്ഷേത്ര മാനേജർ സുഭാഷ് എന്നിവർ പങ്കെടുത്തു. 26 വരെ ക്ഷേത്രമണ്ഡപത്തിൽ നൃത്തസന്ധ്യ, ഭക്തിഗാനസുധ, അയ്യപ്പൻപാട്ട്, ശാസ്ത്രീയ നൃത്തം, അഖണ്ഡ സംഗീതാർച്ച എന്നിവ നടക്കും. 26 നടക്കുന്ന അയ്യപ്പൻ വിളക്കോടെ മണ്ഡലപൂജ മഹോത്സവങ്ങൾ സമാപിക്കും. വിരലുകൾ കൊണ്ട് മാന്ത്രിക താളം സൃഷ്ടിച്ച ഇതിഹാസത്തിന് വിട. തബലയിൽ വിരലുകൾ കൊണ്ട് മാന്ത്രിക താളം സൃഷ്ടിച്ച ഇതിഹാസത്തിന് വിട. തബല മാന്ത്രികൻ ഉസ്താദ് സക്കീർ ഹുസൈൻ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഞായറാഴ്ച രാവിലെ അദ്ദേഹത്തെ സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇന്നലെ രാത്രിയോടെ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം സക്കീർ ഹുസൈൻ അന്തരിച്ചതായി അറിയിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബം മരണവാർത്ത നിഷേധിച്ചിരുന്നതിനാൽ മാധ്യമങ്ങൾ വാർത്ത പിൻവലിച്ചിരുന്നു. ഇന്ന് രാവിലെയോടെയാണ് കുടുംബം മരണവാർത്ത സ്ഥിരീകരിച്ചത്. 4 തവണ ഗ്രാമി പുരസ്കാരം നേടിയ അതുല്യ പ്രതിഭയാണ് വിടവാങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നിവ നൽകി ആദരിച്ചിട്ടുണ്ട്. ഈ വർഷം 3 ഗ്രാമി പുരസ്കാരങ്ങളും ഇദ്ദേഹത്തിന് ലഭിച്ചു. മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസ്, മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം, മികച്ച കണ്ടംപററി മ്യൂസിക് ആൽബം എന്നീ വിഭാഗങ്ങളിലാണ് പുരസ്കാരം. 1951 മുംബൈയിലാണ് സക്കീർ ഹുസൈൻ ജനിച്ചത്. പ്രശസ്ത സംഗീതജ്ഞനായ അള്ളാ റഖയുടെ മകനാണ് അദ്ദേഹം. പിതാവ് തന്നെയാണ് സക്കീർ ഹുസൈനെ സംഗീതം അഭ്യസിപ്പിച്ചത്. 3 വയസ്സു മുതൽ അദ്ദേഹം സംഗീതത്തിൽ അഭിരുചി കാണിച്ചു തുടങ്ങിയിരുന്നു. 7-ാം വയസ്സിൽ ഉസ്താദ് അലി അക്ബർ ഖാനൊപ്പം അദ്ദേഹം വേദിയിലെത്തി. 12-ാം വയസ്സു മുതൽ കച്ചേരികൾ അവതരിപ്പിക്കാൻ തുടങ്ങി. ഐതിഹാസിക പോപ്പ് ബാൻഡ് ദി ബീറ്റിൽസ് ഉൾപ്പെടെ നിരവധി പാശ്ചാത്യ സംഗീതജ്ഞരുമായി അദ്ദേഹം സഹകരിച്ചിട്ടുണ്ട്. മൻഡോ, മിസ്റ്റർ ആൻഡ് മിസ്സിസ് അയ്യർ എന്നിവയുൾപ്പെടെ 7 സിനിമകൾക്കും നിരവധി പരസ്യ ചിത്രങ്ങൾക്കും അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട്. ഹീറ്റ് ആൻഡ് ഡസ്റ്റ്, ദ പെർഫെക്റ്റ് മർഡർ, മിസ് ബ്യൂട്ടീസ് ചിൽഡ്രൻ, സാസ് എന്നീ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുമുണ്ട്. മലപ്പുറം അരീക്കോട് ക്യാമ്പിൽ പോലീസുകാരൻ ആത്മഹത്യ ചെയ്തു. മലപ്പുറം അരിക്കോട് ക്യാമ്പിൽ പോലീസുകാരൻ ആത്മഹത്യ ചെയ്തത് അവധി നൽകാത്തതിലെ മനോവിഷമത്തെ തുടർന്നെന്ന് ആരോപണം. സ്വയം നിറയൊഴിച്ചാണ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് കമാൻഡോ വിനീത് ആത്മഹത്യ ചെയ്തത്. തലയ്ക്കു വെടിയേറ്റ നിലയിൽ ഞായറാഴ്ച രാത്രി 9:30-യോടെയാണ് സഹപ്രവർത്തകർ വിനീതിനെ അരിക്കോട് ആസ്റ്റർ മദർ ആശുപത്രിയിൽ എത്തിച്ചത്. ഭാര്യ 3 മാസം ഗർഭിണിയാണ്. രാത്രി 9:19 യുവാവ് ഡ്യൂട്ടിക്കിടയിൽ സ്വയം വെടിവെച്ചതെന്നാണ് സൂചന. AK-47 ഉപയോഗിച്ചാണ് യുവാവ് സ്വയം നിറയൊഴിച്ചിട്ടുള്ളത്. ഒരു ഇടവേള. പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവന്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാതെ പണ്ട് 2 മാറ്റല്ലേ? 2 ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. വാർത്തകൾ
തുടരുന്നു. ഒരു വർഷം മുഴുവൻ മുടങ്ങാതെ ദിവ്യബലിയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സൈക്കിൾ സമ്മാനം നൽകി ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയം. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ ഇടവക വിശ്വാസ പരിശീലന യൂണിറ്റിന്റെ പ്രത്യേക പദ്ധതിയായ ഒരു വർഷം മുഴുവൻ മുടങ്ങാതെ ദിവ്യബലിയിൽ പങ്കെടുത്ത 83 കുട്ടികൾക്ക് സൈക്കിളുകൾ സമ്മാനമായി നൽകി. സമ്മാന നിർവഹണം ഫാദർ വർഗീസ് കുത്തൂർ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ഈ ചലഞ്ച് ഇവിടെയുള്ള കുഞ്ഞു മക്കളും അവരുടെ മാതാപിതാക്കളും നമ്മളൊക്കെ പറയില്ലേ, അത് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തു. വെറുതെ ഒരു ഭംഗിക്കല്ല, ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തപ്പോഴാണ് എന്തുണ്ടായത്, ഈ ചലഞ്ച് ഇത്രയും വിജയിച്ചത് എന്നുള്ളതിന്റെ പേരില് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട വിൽസനച്ചനെയും ജയ്സനച്ചനെയും കൈക്കാരന്മാരെയും പ്രിൻസിപ്പാളിനെയും മറ്റ് അധ്യാപകരെയും എല്ലാ മക്കളെയും മാതാപിതാക്കളെയും അതിരൂപതയുടെ പേരില് ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പദ്ധതി ആവിഷ്കരിക്കുന്നതിന് നേതൃത്വം നൽകിയ ഇടവക വികാരി ഫാദർ വിൽസൺ പിടിയത്തിനെയും സൈക്കിൾ സ്പോൺസർ ചെയ്ത ഇടവക അംഗങ്ങളെയും വിശ്വാസ പരിശീലകരെയും സമ്മാനാർഹരെയും അഭിനന്ദിച്ചു. ദേവാലയ പരിസരത്ത് നടന്ന ചടങ്ങിൽ ഇടവക വികാരി ഫാദർ വിൽസൺ പിടിയത്ത് അധ്യക്ഷത വഹിച്ചു. സഹവികാരി ഫാദർ ജെയ്സൺ പുതുപ്പള്ളിൽ സ്വാഗതവും മദർ സുപ്പീരിയർ സിസ്റ്റർ ശാന്തി തെരേസസ് മാനേജിംഗ് ട്രസ്റ്റി ജോൺസൺ നീലങ്കാവിൽ എന്നിവർ സംസാരിച്ചു. വിശ്വാസ പരിശീലന യൂണിറ്റ് പ്രിൻസിപ്പൽ ജോഷി കെ വർക്കി നന്ദി പറഞ്ഞു. ശബരിമലയിൽ ഒരുക്കിയിരിക്കുന്ന ക്രമീകരണങ്ങൾ സുഖദർശനത്തിന് പര്യാപ്തമാണെന്ന് തമിഴ്നാട് മന്ത്രി PK ശേഖർ പറഞ്ഞു. മണ്ഡലം മകരവിളക്ക് മഹോത്സവത്തിനോടനുബന്ധിച്ച് ശബരിമല സന്നിധാനത്തിൽ ഒരുക്കിയിരിക്കുന്ന ക്രമീകരണങ്ങൾ ഭക്തർക്ക് സുഖദർശനത്തിന് പര്യാപ്തമാണെന്ന് തമിഴ്നാട് മന്ത്രി PK ശേഖർ ബാബു. സർക്കാരും ദേവസ്വം ബോർഡും ഒരുക്കിയ സൗകര്യങ്ങൾ അഭിനന്ദനാർഹമാണെന്നും തമിഴ്നാട് ഹിന്ദുമത ചാരിറ്റബിൾ എൻഡോമെന്റ്സ് വകുപ്പ് മന്ത്രി PK ശേഖർ ബാബു അഭിപ്രായപ്പെട്ടു. ധനുമാസ പുലരിയിൽ നിർമ്മാല്യ ദർശനത്തിന് എത്തിയ മന്ത്രി ഗണപതി ഹോമത്തിലും പങ്കെടുത്തു. തമിഴ്നാട് മന്ത്രി PK ശേഖർ ബാബു ഞായറാഴ്ച വൈകിട്ടാണ് ശബരിമല ദർശനം നടത്തിയത്. വൈകിട്ട് 5 മണിയോടെയാണ് മന്ത്രി എത്തിയത്. അദ്ദേഹത്തിന്റെ കൂടെ ഭാര്യ ശാന്തി, മക്കളായ വിഘ്നേഷ്, ജയസിംഹൻ എന്നിവരും ഉണ്ടായിരുന്നു. കല്ലമ്പാറ ശ്രീനാരായണ ഗുരു മന്ദിരത്തിലെ കാവടി മഹോത്സവം വർണ്ണാഭമായി. പൂക്കാവടികളും പീലിക്കാവടികളും ആടിത്തിമിർത്ത കല്ലമ്പാറ ശ്രീനാരായണ ഗുരു മന്ദിരത്തിലെ കാവടി മഹോത്സവം വർണ്ണാഭമായി. യുവൻസ് ക്ലബ്ബ് കല്ലമ്പാറ, അടങ്ങളം കല്ലമ്പാറ, SN കാവടി സംഘം എന്നീ കാവടി സംഘങ്ങൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഗുരുദേവ മന്ദിരത്തിന് മുന്നിൽ സംഗമിച്ചു. തുടർന്ന് ഓരോ കാവടി സംഘവും അഭിഷേകം ചെയ്ത് ഇറങ്ങി. കാവടി ആഘോഷങ്ങളുടെ ഭാഗമായി ഗുരുമന്ദിരത്തിൽ തിരുവാതിരക്കളി, ഭജന എന്നിവ നടന്നു. സ്ഥലങ്ങളിലെ പരസ്യ ബോർഡുകൾ മാറ്റണമെന്ന നഗരസഭ ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കുന്നു.
വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ സ്ഥാപിച്ചിട്ടുള്ള അനധികൃത ബോർഡുകൾ എടുത്തുമാറ്റാൻ കർശന നിർദ്ദേശം. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ബോർഡുകൾ, കമാനങ്ങൾ, തോരണങ്ങൾ എന്നിവ നഗരസഭ എടുത്തുമാറ്റുക. 2024 ഡിസംബർ 17 മുതൽ ഉത്തരവ് പ്രാബല്യത്തിൽ വരും. ബോർഡുകൾ സ്ഥാപിച്ചവരിൽ നിന്നും 5000 രൂപ പിഴ ഈടാക്കും. കക്ഷി രാഷ്ട്രീയം നോക്കാതെയും മുഖം നോക്കാതെയും ബോർഡുകൾ എടുത്തുമാറ്റുമെന്ന് നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, സെക്രട്ടറി KK മനോജ് എന്നിവ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫ്ലക്സ് ബോർഡുകളും ബാനറുകളും കൊടിത്തോരണങ്ങളും ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ് ഉത്തരവിറങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ യോഗത്തിൽ കൗൺസിലർമാരായ PR അരവിന്ദാക്ഷൻ, സ്വപ്ന ശശി, ജമീല B AM എന്നിവരും മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് മല്ലയ, വിവിധ രാഷ്ട്രീയ പ്രതിനിധികളായ NK പ്രമോദ് കുമാർ, PG ജയദീപ്, കവിത V എന്നിവർ പങ്കെടുത്തു. അകമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തു. അകമല ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിൽ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തു. ചെറുതുരുത്തി പുതുശ്ശേരി K പ്രകാശനെയാണ് ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. നിലവിലുണ്ടായിരുന്ന ട്രസ്റ്റ് പ്രസിഡന്റ് MS രാഘവൻ മാസ്റ്ററുടെ നിര്യാണത്തെ തുടർന്നാണ് പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത്. 2 ദിവസത്തിന് ശേഷം അകമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തി ഭഗവാനെ തൊഴുതു വണങ്ങി ചുമതലയേൽക്കുമെന്ന് അദ്ദേഹം എനിടൈം ന്യൂസിനോട് പറഞ്ഞു. വളർത്തുമൃഗങ്ങൾ ദൈവത്തിന്റെ കൂടിയാണെന്ന് അച്ചുവിന്റെ അച്ഛൻ. അപകടത്തിൽപ്പെട്ട വളർത്തുപൂച്ചയെ രക്ഷിക്കുന്നതിനിടെ കാലൊടിഞ്ഞ് ചികിത്സയിൽ കഴിയുന്ന ഫാദർ പോൾ പിണ്ടിയാൻ നമുക്ക് കാണിച്ചു തരുന്നത് മിണ്ടാപ്രാണികളെ ഒപ്പം ചേർത്ത് പിടിക്കാനാണ്. തൃശൂർ മുക്കാട്ടുകര ഇടവക വികാരി ഫാദർ പോൾ പിണ്ടിയാന്റെ വളർത്തുപൂച്ചയായ അച്ചുവിനെ രക്ഷിക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ 1.5 മാസം മുൻപ് ഇദ്ദേഹത്തിന്റെ കാലൊടിഞ്ഞത്. കാലിൽ പരിക്കുപറ്റി ആശുപത്രിയിൽ കഴിയുമ്പോഴും തന്റെ വളർത്തുപൂച്ചയായ അച്ചുവിന്റെ കാര്യങ്ങളായിരുന്നു അദ്ദേഹം തിരക്കിയിരുന്നത്. പൂച്ചയെ മാത്രമല്ല, തന്റെ ചുറ്റുപാടുള്ള മിണ്ടാപ്രാണികളെ മുഴുവനും താലോലിക്കുന്ന പ്രകൃതക്കാരനാണ് ഈ പിതാവ്. എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളിപ്പരിസരത്ത് പറന്നുവരുന്ന അരിപ്രാവുകൾക്ക് അദ്ദേഹം തീറ്റ നൽകും. ദൈവത്തോടും മനുഷ്യരോടുമൊപ്പം ദൈവത്തിന്റെ സൃഷ്ടികളോടും കരുണ കാണിക്കുന്ന ഈ പുരോഹിതൻ സമൂഹത്തിൽ വേറിട്ട കാഴ്ചയാണ്. ദൈവത്തിന്റെ എല്ലാ സൃഷ്ടികൾക്കും അതിൻ്റെതായ മനോഹാരിതയും മഹത്വമുണ്ടെന്ന് ഫാദർ പോൾ പിണ്ടിയാൻ നമുക്ക് കാട്ടിത്തരുന്നു. ഏറ്റവും സന്തോഷകരമായ ക്രിസ്മസ് രാവുകൾ അടുത്തിരിക്കെ മനുഷ്യ മനസ്സിന് ഏറെ ആനന്ദം പകരുന്നതാണ് ഫാദർ പോൾ പിണ്ടിയാന്റെ സൽപ്രവർത്തികൾ. പ്രധാന വാർത്തകൾ വീണ്ടും. ശബരിമലയിൽ പുതിയ പരിഷ്കാരം നടപ്പിലാക്കുന്നു. മാനന്തവാടിയിൽ ആദിവാസി യുവാവിനെ വലിച്ചിഴച്ച സംഭവം ഇടപെട്ട് പ്രിയങ്ക ഗാന്ധി. മണിയാർ പദ്ധതിയുടെ കരാർ നീട്ടരുതെന്നാണ് വൈദ്യുത വകുപ്പിന്റെ നിലപാടെന്ന് K കൃഷ്ണൻകുട്ടി. കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് CPM-നെതിരെ കോൺഗ്രസ് പ്രചാരണം. ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിൽ മണ്ഡലപൂജ മഹോത്സവത്തിന് കൊടിയേറി. ഇതോടുകൂടി ന്യൂസ് ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.